പണ്ട് ഈ സ്ഥിരമായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറയും ഏതേത് പത്രങ്ങളിൽ പരസ്യം കൊടുത്താൽ എന്ത് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത്. പുള്ളി അതിന് വേറെ ആരെയും മാർക്കറ്റിംഗ് സ്റ്റഡിക്ക് വെച്ചില്ല, പുള്ളിയുടെ സ്റ്റാഫിനെ തന്നെയാണ് ഇതിന് നിയുക്തരാക്കിയിരുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പരസ്യം പത്രത്തിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഈ ഉപഭോക്താക്കൾക്ക് വിളിക്കാനുള്ള നമ്പർ കൊടുക്കുമായിരുന്നു, ഫോൺ നമ്പർ. ഫോൺ വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കിട്ടുമ്പോൾ അവരത് ഈ ഉപഭോക്താവിൻ്റെ ഡീറ്റെയിൽസ് എഴുതിക്കുന്ന കൂട്ടത്തിൽ ഏത് പത്രത്തിൽ പരസ്യം കണ്ടാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കും. അത് അവർ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അറിയാം മനോരമയിൽ കൊടുത്ത പരസ്യത്തിന് എന്ത് റെസ്പോൺസ് ഉണ്ടായി, മാതൃഭൂമിയിൽ കൊടുത്തതിന് എന്ത് റെസ്പോൺസ് ഉണ്ടായി, ദേശാഭിമാനിയിൽ കൊടുത്തതിന് എന്ത് റെസ്പോൺസ് ഉണ്ടായി എന്ന്. അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും അധികം റെസ്പോൺസ് ഉണ്ടാകുന്ന മനോരമയിൽ കൊടുക്കുന്ന പരസ്യത്തിനാണ്, തൊട്ട് പിന്നാലെ മാതൃഭൂമിയിൽ കൊടുക്കുന്നതിനാണ്. മറ്റു പത്രങ്ങളൊന്നും പരസ്യം കൊടുത്തിട്ട് വലിയ ഫലമില്ല. പുള്ളി പറഞ്ഞിട്ടുണ്ട് യാതൊരു റെസ്പോൺസും ഇല്ലാത്ത പരസ്യം അത് ദേശാഭിമാനിയിൽ കൊടുക്കുന്ന പരസ്യമാണ്. ഒരാൾ പോലും ദേശാഭിമാനിയിൽ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ പറയാറുമില്ല. എന്നാലും നമ്മൾ ദേശാഭിമാനിക്ക് പരസ്യം കൊടുക്കും. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ദേശാഭിമാനിക്ക്